ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്കമിംഗ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളാണ് കേട്ടോ. ഇന്നത്തെയും നാളത്തെയും ഒക്കെ വിശേഷം നമ്മൾ മെയിൻ ചാനലിലാണ് ഇടുന്നത്. അപ്പൊ എന്നും ഡെയിലി ഒരു 7:30 മെയിൻ ചാനലിൽ ഫുൾ വിശേഷവും, ഒരു 1:45 പ്രമോ വിശേഷവും നമ്മൾ ഇടാറുണ്ട്. അപ്പം ഇതുവരെ ആ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, കമന്റ് ബോക്സിൽ ഞാൻ ലിങ്ക് തരാം കേട്ടോ. അപ്പൊ ഏതായാലും നമുക്ക് ഇനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് കടന്നാലോ. 2 ദിവസം ആയില്ലേ നമ്മൾ അപ്കമിംഗ് വിശേഷങ്ങളൊക്കെ കേട്ടിട്ട്. അപ്പൊ ഞാൻ ഏതായാലും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് കടക്കാണേ. നമ്മുടെ സുധി ആണെങ്കിൽ ബിസിനസ് ഒക്കെ തുടങ്ങി കേട്ടോ, സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞു. അച്ചമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഉദ്ഘാടനത്തിന്റെ അന്ന്. അച്ചമ്മ, അതുപോലെ തന്നെ നമ്മുടെ വർഷയുടെ അമ്മ, അപ്പൊ എല്ലാവരും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഉദ്ഘാടനം ഒക്കെ നടന്നു. ഇതിന്റെ ഇടയിൽ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും വെഡിങ് ആനിവേഴ്സറിയും വളരെ മനോഹരമായിട്ട് നടന്നു. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷയുടെ അമ്മയ്ക്കാണെങ്കിൽ AC ഇല്ലാത്തതിന്റെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അയ്യോ ഭയങ്കര ചൂട്, ഭയങ്കര ചൂട്, അയ്യോ ഇതെന്തൊരു ചൂട്, ഇതെന്താ ഇവിടെ AC വെക്കാത്ത. അപ്പം ചന്ദ്ര പറഞ്ഞു ഒരു മുറിയിലേ ഉള്ളൂ AC എന്ന് പറഞ്ഞപ്പോ, എങ്കിലും ഇത് വല്ലാത്ത ചൂട് തന്നെ, ഞാനിങ്ങനെ AC ഇല്ലാതെ ഒന്നും നിന്നിട്ടില്ല, അതുകൊണ്ടാന്ന് തോന്നുന്നു, ഭയങ്കര ചൂടേ എന്നൊക്കെ പറഞ്ഞ് നടപ്പുണ്ടായിരുന്നു. അപ്പൊ ഏതായാലും നമ്മുടെ സുധിയുടെ കടയുടെ ഉദ്ഘാടനത്തിന് നമ്മുടെ ആര് പോയിട്ടുണ്ടായിരുന്നു, വർഷയുടെ അമ്മ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ വർഷയുടെ അമ്മ ചെറിയൊരു AC ഒക്കെ അവിടുന്ന് മേടിക്കുന്നുണ്ട്. അവിടെ നിന്ന് AC മേടിച്ചുകൊണ്ട് വന്ന് വർഷയ്ക്ക് കൊടുക്കാനായിട്ടാണ് മേടിക്കുന്നത്. ആദ്യം വർഷയ്ക്ക് കൊടുക്കാനാണെന്നൊന്നും പറയുന്നില്ല കേട്ടോ. അവിടെ ഉദ്ഘാടനത്തിന്റെ അന്ന് അതും 1.5 ലക്ഷം രൂപയുടെ ഒരു AC ആണ് നമ്മുടെ സുധിയുടെ കടയിൽ നിന്ന് മേടിക്കുന്നതൊക്കെ. അപ്പൊ ഏതായാലും വളരെ നല്ല ഗംഭീരമായിട്ട് തന്നെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. അപ്പൊ ആദ്യത്തെ ഒരു ദിവസം വലിയ പവറോട് കൂടിയിട്ട് തന്നെയാണ് നമ്മുടെ സുധി അവിടെ ആ ഒരു ബിസിനസ്, ആ ഒരു സ്ഥാപനത്തിൽ പോയിരുന്നത്. ഭയങ്കര സന്തോഷം, കസേരയൊക്കെ ഇട്ട് കറക്കിയൊക്കെയാണ് ഇരിക്കുന്നത്. അങ്ങനെ നല്ല രീതിയിൽ തന്നെ കച്ചവടമൊക്കെ പൊടി പൊടിച്ചു. 2ാമത്തെ ദിവസവും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സുധിക്ക് ഭയങ്കര ഉന്മേഷം. ഈ പുത്തനച്ചി പുറം തൂക്കുന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെ ആദ്യ ദിവസങ്ങളിലൊക്കെ നല്ല കണ്ടിന്യൂസ്ലി നല്ല ഉഷാറായിട്ട് തന്നെ രാവിലെ എണീക്കുന്നു, കുളിക്കുന്നു, പോകുന്നു. ഇതിങ്ങനെ പതിവായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുധിയുടെ പഴയ സ്വഭാവം ഉണ്ടല്ലോ, അതായത് രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു മടി, ആ മടി സ്വാഭാവികമായിട്ട് അങ്ങ് വരികയാണ്. ആർക്ക്? നമ്മുടെ സുധിക്ക്. ആ മടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സുധി എന്ത് ചെയ്യും? ഒന്നെങ്കിൽ പകല് മുഴുവൻ കിടന്നുറങ്ങും, വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങത്തില്ല, രാവിലെ എണീക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ പോവുകയാണ്. നമ്മുടെ ശ്രുതി അങ്ങ് നാണം കെടുകയാണ് ഈ ശ്രുതി കാരണം. ശ്രുതി മാത്രമല്ല, പുന്നാര മകനാണല്ലോ ചന്ദ്രയുടെ, അതുകൊണ്ട് ചന്ദ്രയും നാണം കെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ പതിവ് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഡെയിലി റൊട്ടീനായിട്ടൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ സുധി ഇങ്ങനെ കയറി വരുന്നു. ഭയങ്കര ടയേർഡാണ്. 1, 2, 3 ദിവസമൊന്നും കുഴപ്പമില്ലായിരുന്നു. 3-4 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ടയേർഡാണ്. അങ്ങനെ വന്ന ഉടനെ തന്നെ അയ്യോ ഇന്നാ പിടിച്ചോ എന്നും പറഞ്ഞ് ബാഗൊക്കെ എറിഞ്ഞിട്ട് ആ സെറ്റിയിലൊക്കെ കയറി ഇരുന്നിട്ടെടാ ശ്രീകാന്തെ കുറച്ച് വെള്ളം എടുക്കടാ, മടുത്തടാ എന്ന് പറഞ്ഞു വന്ന് ഇരിക്കുകയാണ്. പിന്നെ ശ്രീകാന്തി ചോദിച്ചോ, മടുക്കുന്നോ? എന്തിനാ നീ മടുക്കുന്ന എന്തിനാ? അത് പിന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെ കടയുടെ കാര്യങ്ങളൊക്കെ അല്ലേ, അയ്യോ വയ്യേ എന്നൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അത് കൊള്ളാലോ, ഇത് ഭയങ്കര ക്ഷീണമാകാനായിട്ട് ഇതെന്താ, നീ കടയുടെ മുതലാളിയല്ലേ, നിനക്ക് അവിടെ സീറ്റിൽ പോയി ഇരുന്നാ മതിയല്ലോ, പിന്നെ ക്യാഷ് മേടിച്ചാൽ മതി. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അപ്പൊ തൊഴിലാളികൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. നീ എന്താടാ ഈ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. നീ എന്താടാന്നല്ല, സുധിയേട്ടൻ ഈ പറയുന്നതെന്ന്. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ചന്ത പറഞ്ഞു, പിന്നെ നിനക്കൊക്കെ അങ്ങനെ പറഞ്ഞാൽ മതി. എന്റെ മോനെ ഒരു കട മുതലാളിയാ, അവരുടെ ടെൻഷനൊക്കെ എന്താണെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അധ്വാനം മാത്രമല്ല, ടെൻഷൻ അതും എന്റെ മോനുണ്ടാകും. നിനക്ക് വയ്യെങ്കിലേ ഞാൻ എന്റെ മോന് പോയി മോനെ ക്യാരറ്റ് ജ്യൂസ് എടുത്തോണ്ട് വരാം. ക്യാരറ്റ് ജ്യൂസ് ആണെങ്കിൽ ഹെൽത്തിന് നല്ല ഓക്കെയാണ്, അതുകൊണ്ട് മോൻ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞ് ക്യാരറ്റ് ജ്യൂസ് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുകയാണ്. ഏതായാലും ഈ സമയത്താണ് പതുക്കെ നമ്മുടെ രേവതിയും സച്ചിയൊക്കെ ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. സുധിയുടെ ഈ ക്ഷീണം കണ്ടു കഴിഞ്ഞിട്ടാണെങ്കിൽ സച്ചിക്ക് കാലീന്ന് പെരുവിരളീന്ന് ഇങ്ങനെ തരിച്ചു കയറുക. സച്ചി ചോദിച്ചാൽ നിനക്ക് എന്താടാ സൂക്കേട്? എടാ ഓട്ടക്കാരാ, നിനക്ക് എന്താടാ, നിനക്കൊക്കെ തീങ്കുത്തല്. ഇത്രയും നല്ല സൗകര്യമൊക്കെ ഉണ്ടായി ഒരു മുതലാളിയായിട്ട് ഇപ്പൊ ക്ഷീണമാണെന്ന് പോലും. എന്തിനാടാ നീ ഇങ്ങനെ ക്ഷീണിക്കുന്നത്? ക്ഷീണിക്കുന്നത് എന്ത് നീ മലമറിക്കുന്ന പണിയാ അവിടെ പോയി ചെയ്തത്? ഞാനൊരു ഡ്രൈവറാ, ഞാന് ഈ വണ്ടി രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഓടിച്ചിട്ടില്ലാത്ത ക്ഷീണമാണല്ലോ നിനക്ക്. അപ്പോഴത്തേക്കും നമ്മുടെ
ശരിയാണ്. നമ്മുടെ വർഷയും പറഞ്ഞു, അല്ലെങ്കിലും സുധിയേട്ടാ, അങ്ങനെ ജോലി ചെയ്തിട്ട് ക്ഷീണിക്കാനാണെങ്കിലേ ഇവിടെ ക്ഷീണിക്കേണ്ട ആള് നിങ്ങളാരുമല്ല. രാവെന്നോ പകലെന്നോ ഇല്ലാതെ വീട്ടിലെ ജോലി, പൂക്കടയിലെ ജോലി എല്ലാം ചെയ്യുന്ന രേവതി ചേച്ചിയല്ലേ സത്യം പറഞ്ഞ ക്ഷീണിച്ച് ഇവിടെ ഇരിക്കേണ്ടത്. രേവതി ചേച്ചിയല്ലേ ഈ വീട്ടിൽ കൂടുതൽ ജോലി ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ചന്ദ്ര, അയ്യോ പിന്നെ അടുക്കളപ്പണി ഇത്ര വലിയ ജോലിയാണോ? എല്ലാവരും എടുക്കുന്ന തന്നെ അടുക്കളപ്പണി. പിന്നെ ഒരു സ്കൂട്ടി എടുത്ത് പൂവും കൂടെ കൊണ്ട് വിൽക്കാൻ നടക്കുന്ന ഇത്ര വലിയ ജോലിയാണോ? അതൊന്നും അല്ല ജോലി. പാവം എന്റെ മോനെ ഭയങ്കരമായിട്ട് ക്ഷീണമാ, ടെൻഷൻ. ഒരു ബിസിനസ് നോക്കിക്കൊണ്ട് നടക്കണമെങ്കിലേ ചില്ലറ കാര്യമൊന്നും അല്ല. അതൊക്കെ പഠിപ്പും വിവരമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ലാതെ ഈ അടുക്കളയിലത്തെ ജോലി, പൂജോലി, ഡ്രൈവർ, അതൊന്നും അല്ല ഭാരമുള്ള ജോലി. എന്റെ മോനെ ഒരുപാട് ബുദ്ധിമുട്ടിയാ ആ സ്ഥാപനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഒരു മുതലാളി എന്ന് പറഞ്ഞാലേ അവർക്ക് ചുറ്റും എത്ര തൊഴിലാളികളുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. മാത്രമല്ല ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീന് ഇതെല്ലാം ഇല്ലേ ആ കടയില്. അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി ചോദിക്കുന്നത്, അല്ല എല്ലാ കടയിലുണ്ട്, ആ കടയിലെ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും TV ഒക്കെ രാവിലെ ചെന്ന് തലയിലെടുത്ത് പൊക്കിക്കൊണ്ട് നിൽക്കലാണോ ഇനിയിപ്പോ ഈ ഓട്ടക്കാരന്റെ പരിപാടി? ഇത് കേട്ടത് ശ്രുതി പറഞ്ഞു, ദേ എന്തിനാ സച്ചി വെറുതെ എന്റെ ഭർത്താവിനെ ഇങ്ങനെ കളിയാക്കുന്നത്? ശ്രുതിക്ക് ക്ഷീണമുണ്ട്, അത് ശരിയാണ്. കാരണം ശ്രുതി പതിവില്ലാത്ത ജോലി ചെയ്തതിന്റെ ആ ഒരു ക്ഷീണം കാണും, ഇത്രയും നാള് ജോലിയൊക്കെ ചെയ്യാതിരിക്കുന്നതിന്റെ ക്ഷീണം കാണും. അത് ശ്രുതിക്ക് പതിവായിക്കോളും, അതിനിങ്ങനെ കളിയാക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രനും പറഞ്ഞു, അത് ശരിയാണ്, ഇവനെ ഇത്രയും നാൾ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുകയല്ലായിരുന്നോ, ഒരു ജോലിയും മേലിയും കൂലിയൊന്നും ഇല്ലാതെ വീട്ടിൽ ഇരിക്കുകയല്ലായിരുന്നോ? അപ്പം ജോലിക്കൊക്കെ പോയതിന്റെ ക്ഷീണമായിരിക്കും, അത് സ്വാഭാവികമായിട്ടും കാണും. അതാണ് ഇപ്പൊ അവനുള്ളത്. ഏതായാലും ഒരു കാര്യം ചെയ്യ, നീ പോയി കിടക്ക്, കുറച്ചു നേരം കിടന്നു കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് പൊക്കോളൂന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതി കിടക്കാൻ വേണ്ടി പോവാണ്. കിടക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ നമ്മുടെ സച്ചു ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്, അതെ ഇന്ന് ഞങ്ങളുടെ ദിവസമാണ്, ഇന്ന് ഞങ്ങൾക്കാണ് റൂം വേണ്ടതെന്ന്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഇതെന്താണ് സച്ചി അങ്ങനെ ചോദിക്കുന്നതെന്ന്. നമ്മുടെ അച്ചമ്മ ഈ ഒരു വെഡിങ് ആനിവേഴ്സറിക്കും അതുപോലെ തന്നെ ഈ കട ഉദ്ഘാടനത്തിനൊക്കെ വന്നിരുന്നു. അപ്പൊ നമ്മുടെ രേവതിയും സച്ചിയും പുറത്ത് കിടക്കുന്നത് കണ്ടിട്ട് നമ്മുടെ അച്ചമ്മ തന്നെ ഒരു മുൻകൈ എടുത്തൊരു തീരുമാനം ഉണ്ടാക്കി. ആഴ്ചയില് ഇത്ര ദിവസം നമ്മുടെ സച്ചി റൂമിനകത്ത് കിടക്കണം, ഇത്ര ദിവസം ശ്രുതിയും ശ്രീകാന്തും വെളിയിൽ കിടക്കണം, അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിക്കും ഒരിത്. അപ്പൊ അങ്ങനെ ഈ റൊട്ടീനായിട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി വരും. അപ്പൊ എല്ലാവർക്കും റൂം കിട്ടൂല, അവരുടെ സ്വകാര്യതയ്ക്കൊരു ഇത് ആവില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ അച്ഛമ്മ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മുടെ സച്ചിക്ക് രേവതിക്കും ഉള്ളതാണ്. അപ്പൊ സച്ചി ഇങ്ങനെ പോകാൻ തുടങ്ങിയപ്പോ അതുകൊണ്ടാണ് പറഞ്ഞത്, അതെ മറക്കരുത് ഇന്ന് എന്റെ ഭാര്യയുടെയും ദിവസമാണെന്ന്. അപ്പോഴത്തേക്കും സമയമാകുമ്പോ എണീറ്റോളാം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, നമ്മുടെ ശ്രുതിയും കൂടെ റൂമിനകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോഴേക്ക് ശ്രുതി ചോദിക്കുന്നു, എന്താ ശ്രുതി ഇത്, ശ്രുതി എന്തിനാ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഭയങ്കര ക്ഷീണമാന്നൊക്കെ പറയുന്നേ? അത് പിന്നെ ശ്രുതി എനിക്ക് ക്ഷീണമോ, ഭയങ്കര ക്ഷീണമോ, സത്യം പറയാലോ ഇത്ര ബുദ്ധിമുട്ടുള്ള ജോലിയാന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതിനിപ്പോ എന്ത് ചെയ്യണം? അല്ല അതിനൊന്നും ചെയ്യണ്ട, എനിക്ക് കുറച്ചു നേരം ഒന്ന് കിടക്കണം, ഒന്ന് മയങ്ങണം. അയ്യോ എന്തൊരു പാടാണെന്ന് അറിയാമോ എല്ലാം കൂടി ഒന്ന് കൺട്രോൾ ചെയ്ത് വരാന്. അത് പിന്നെ ശ്രുതി പാട് കാണും, ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ, അതിന്റെ ഇത് നമുക്ക് ശീലമാകുമ്പോൾ ഇതൊക്കെ വെറും സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. തുടക്കത്തിൽ ഒരു തടസ്സം അത് എന്ത് ജോലിയാണെങ്കിലും കാണും. അത് നമ്മളിങ്ങനെ ചെയ്ത് ശീലിക്കുമ്പോൾ നമ്മുടെ സമയമൊക്കെ ക്രമപ്പെടുത്തുമ്പോൾ അത് നമ്മുടെ ജീവിത ശൈലിയിൽ ഉൾപ്പെടുത്തുമ്പോൾ അത് പിന്നെ കുഴപ്പമില്ലാതെയൊക്കെ ആകും. അങ്ങോട്ട് ശ്രുതി ഇപ്പൊ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഏതായാലും നേരം പാതിരാത്രി ആയിട്ടും നമ്മുടെ ശ്രുതിയുടെ ഉറക്കം തീരുന്നില്ല. സച്ചി വന്നു. സച്ചി പറഞ്ഞു, അതെ കുറെ നേരം ആയാലും ഇതിനകത്ത് കിടക്കാൻ തുടങ്ങിയിട്ട്, ഇങ്ങോട്ട് ഇറങ്ങിക്കേ, ഞാനും എന്റെ പെണ്ണും അതിൻ്റെ അകത്ത് കിടക്കണത്, മര്യാദയ്ക്ക് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ചന്ദ്ര വന്നിട്ട്, ചന്ദ്രയ്ക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അച്ഛമ്മ പറഞ്ഞിട്ട് പോയതല്ലേ, അപ്പൊ അതുകൊണ്ട് ചന്ദ്രയ്ക്ക് ഒന്നും പറയാൻ പറ്റില്ല. ചന്ദ്ര പറഞ്ഞു, മോളെ ശ്രുതി ഒരു കാര്യം ചെയ്യാം, നീ അവനെ വിളിച്ചിറക്കിക്കൊണ്ട് നീ വെളിയിൽ പോയി കിടക്ക്, അല്ലെങ്കിൽ പോട്ടെ ഇന്നത്തെ ഒരു ദിവസത്തേനല്ലേ, ഞാനും രവിയേട്ടനും കൂടെ പുറത്ത് കിടന്നോളാം, നിങ്ങൾ അകത്ത് കിടന്നു. അപ്പൊ സച്ചു പറഞ്ഞു, ആരുടെ കാര്യം പറയണേ? നടന്നത് തന്നെ. അതെ എന്റെ അച്ഛന് തറയെ കിടത്താനോ ഞാൻ സമ്മതിക്കത്തില്ല. ഇന്ന് തറയെ കിടക്കേണ്ടത് ഈ നിൽക്കുന്നവളും ഈ നിൽക്കുന്നവനുമാണ്. ഇവര് രണ്ടുപേരുമേ ഇന്ന് തറയെ കിടക്കത്തുള്ളൂ. അമ്മയുടെ പൂതി കൊള്ളാലോ, അമ്മ വേണേ തറയെ പോയി കിടക്ക്, ഒരിക്കലും എന്റെ അച്ഛനെ തറയെ കിടത്താനേ ഞാൻ സമ്മതിക്കത്തില്ല. അത് കൊള്ളാലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഒരു തിരിച്ചടി ആയി പോയിട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, എങ്കിൽ പിന്നെ ബാ ശ്രുതി, ശ്രുതി നമുക്ക് വെളിയിൽ പോയി കിടക്കാന്ന് പറഞ്ഞു. എവിടെ നിന്ന് എണീക്കാന്, ശ്രുതി വല്ലോ എണീക്കോ? അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അത് പിന്നെ സച്ചേട്ടാ ടയേർഡായിട്ട് വന്ന മനുഷ്യനല്ലേ, കുറച്ചു നേരം ആയില്ലേ ടയേർഡായിട്ട് ഇങ്ങനെ കിടക്കുന്നു, നമ്മൾ ശല്യം ചെയ്യണ്ട, ഇന്നൊരു ദിവസത്തേന് ഒരു കാര്യം ചെയ്യാം,
നമുക്ക് വെളിയിൽ കിടക്കാം, ഇന്ന് അവര് റൂം എടുത്തോട്ടെ, നാളെ നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് രേവതിനെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കാറുണ്ട്. അപ്പൊ രേവതി പറഞ്ഞു, വാ സച്ചേട്ടാ പോട്ടെ, സാരമില്ല, അദ്ദേഹം ഇപ്പം ജോലിക്കൊന്നും പോകുന്നില്ലായിരുന്നല്ലോ, നമ്മളിപ്പം വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ എന്ത് ജോലിക്കും ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അത് നമുക്ക് മനസ്സിലാക്കാന്നുള്ളതല്ലേ ഉള്ളൂ, നമ്മളൊക്കെ മനുഷ്യരല്ലേ, സച്ചേട്ടന്റെ സഹോദരനല്ലേ, ഇന്നത്തെ ദിവസം ഒന്ന് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് രേവതി തന്നെ കൂട്ടിക്കൊണ്ട് വന്നു. ഏതായാലും ശ്രുതി എന്ന് അവിടെ കിടന്നു. സച്ചി രേവതി നിലത്ത് കിടക്കാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സച്ചിയാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുവോ, രേവതിക്ക് വേണ്ടി ഒരു റൂം പോലും പിടിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ, ഇനി എന്ത് ചെയ്യാനാ, ഒരു റൂം പിടിക്കുമായിരുന്നെങ്കിൽ രേവതിനെ ഇങ്ങനെ വെളിയിൽ കിടത്തേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ എന്നെ കുറിച്ച് എന്തായിരിക്കും വിചാരിക്കുക, ഒരു കഴിവില്ലാത്ത ഭർത്താവാണെന്ന് ഇവള് ഓർക്കുവോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചപ്പോഴത്തേക്ക് രേവതി ചോദിച്ചു, എന്ത് പറ്റി സച്ചേട്ടാന്ന് ചോദിച്ചപ്പം, അല്ല രേവതി നിനക്ക് വിഷമമില്ലേ, എല്ലാവരും റൂമിൽ കിടക്കുമ്പം നമ്മുടെ സ്വകാര്യതയ്ക്ക് ഇതൊരു വലിയൊരു ഇതാവില്ലേ ചോദിക്കുമ്പോഴത്തേക്ക്, അതൊന്നും പ്രശ്നമില്ല, എന്ത് സ്വകാര്യത, അതൊന്നും പ്രശ്നമില്ല, ഇപ്പൊ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ സത്യമായിട്ടും മനുഷ്യൻ എന്ന നിലയിൽ എനിക്കൊരു സഹതാപം തോന്നി, ഒരുപാട് ടയേർഡായിട്ട് ക്ഷീണിച്ച് വന്നല്ലേ, ഇന്ന് കിടക്കട്ടെ, ഇനിയിപ്പം നമ്മളായിട്ട് എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, സാരമില്ല, ഒരു ദിവസം നമുക്ക് നിലത്ത് കിടന്നു, ഇത്രയും ദിവസം നമുക്ക് നിലത്ത് കിടക്കാമെങ്കിൽ പിന്നെ ഈ ഒരു ദിവസം നമുക്ക് നിലത്ത് കിടക്കുന്ന വലിയ ഒത്തിരിയാണോ സച്ചേട്ടാന്ന് ചോദിച്ചു. ഏതായാലും രേവതിയുടെ ഈ വിശാല ഹൃദയം കണ്ടിട്ട് നമ്മുടെ സച്ചിക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ്. അങ്ങനെ നേരം വെളുത്തിട്ടും ഇവിടെ ഒരാൾ എണീക്കുന്നില്ല. രാവിലെ കട തുറക്കാനുള്ളതാണേ നമ്മുടെ ശ്രുതിക്ക്. നേരം വെളുത്തു, 6 മണിയായി, 7 മണിയായി, 8 മണിയായി, 9 മണി വരെ നോക്കി എല്ലാവരും, എന്ത് ചെയ്താ ശ്രുതി എണീക്കുന്നില്ല. അപ്പൊ നമ്മുടെ ശ്രീകാന്ത്, അല്ല ശ്രുതിയേട്ടനെ കാണുന്നില്ലല്ലോ, അല്ലേ ഏടത്തി, എന്തി ശ്രുതിയേട്ടൻ ഇതുവരെ എണീറ്റില്ല എന്ന് പറഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു, ഞാൻ വിളിച്ചു മടുത്ത് ശ്രീകാന്തെ, ഭയങ്കര ടയർഡാന്ന് ഒന്ന് കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞു. അപ്പൊ സച്ചി ഇങ്ങ് വന്നിട്ട്, അതേ പടത്തെ ഉറക്കവാ, ആഹാ അത് കൊള്ളാലോ, ഞാൻ സമ്മതിച്ചു തരത്തൊന്നുമില്ല, ഒരു കട അവിടെ മേടിച്ചിട്ട് ഇവൻ ഇങ്ങനെ കടയിൽ ഡെയിലി പോകാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ കച്ചവടം കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കുടുംബത്തെയും കൂടിയാണ് ബാധിക്കുന്നത്. അതെന്താ നിങ്ങൾ ആരും തിരിച്ചറിയാതെ, എന്റെ അച്ഛന് കൊടുക്കാനുള്ള 50 ലക്ഷം രൂപ കൊടുക്കണ്ടേ അവൻ അങ്ങനെ കൊടുക്കാൻ പൈസ ഉണ്ടാകണമെങ്കിൽ അവൻ എവിടെ ചെല്ലണം, അവൻ കടയിൽ ചെന്ന് ബിസിനസ് നടത്തണം. ഇതിപ്പം പണ്ടാരാണ്ട് പറഞ്ഞ പോലെ, അതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, മര്യാദയ്ക്ക് എണീപ്പിക്കാൻ പറഞ്ഞു. ശ്രുതിക്ക് ഇത് കേട്ടപ്പോ ഭയങ്കര ഒരു മോശമായി പോയിട്ടോ. ശരിയാണ്, ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോൾ ശരിയാണല്ലോ, ഈ സമയത്തൊക്കെ എണീക്കേണ്ടതാണല്ലോ, ഒരു ബിസിനസ് നടത്തുന്ന ആളല്ലേ, അതിന്റെ ഉത്തരവാദിത്വം ബോധവും വേണമല്ലോ. ശ്രുതിയാണെങ്കിൽ എണീക്കെന്ന് പറഞ്ഞ് അടിക്കുകയാണ് ഇട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര വന്നിട്ട്, എന്താ മോളെ ഈ കാണിക്കുന്നത്, അങ്ങനെ അടിക്കുകയൊന്നും ചെയ്യല്ലോ, എന്റെ മോനെ പതുക്കെ വിളിച്ചാൽ മതി, അവൻ എണീക്കുമല്ലോ, മോനെ എടാ ശ്രുതി എണീക്കട മോനെ, മോനെ എടാ ശ്രുതി എണീക്കട മോനെ എന്ന് പറഞ്ഞ് പതുക്കെ വിളിച്ചോണ്ടിരിക്കും. നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, നീ എന്താ ചന്ദ്ര ഈ കാണിക്കുന്നത്, നീ എന്താ അവനെ പണ്ട് LKG പഠിക്കുമ്പം വിടാൻ എണീപ്പിക്കുന്ന പോലെ മോനെ ചക്കരയെ പൊന്നാരേന്നും പറഞ്ഞ് കൊഞ്ചിച്ചോണ്ട് നിൽക്കുന്നത്, മര്യാദയ്ക്ക് ഇവന്റെ പുറത്തു കൊണ്ട് വല്ല പച്ചവളം കോരി ഒഴിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും കേട്ടോ അത് കേൾക്കാത്ത പോലെ നമ്മുടെ സച്ചി അടുക്കളയിലേക്ക് വിട്ടിട്ട് നേരെ എടുത്തുകൊണ്ട് വരികയാണ് ഒരു മൊന്ത വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ശ്രുതിയുടെ മേത്തേക്ക് ഇങ്ങനെ തളിച്ചപ്പോഴത്തേക്കും ശ്രുതിയാണ്, അയ്യോ ഞാൻ വെള്ളത്തിൽ മുങ്ങിപ്പോയേ എന്ന് പറഞ്ഞ് കാറും. അപ്പം പറഞ്ഞു, സച്ചി പറഞ്ഞു, നീ വെള്ളത്തിൽ മുങ്ങിയതല്ല, നിന്റെ മേത്ത് വെള്ളം വീണതാ, അത് നീ ആദ്യം ഒന്ന് മനസ്സിലാക്ക്. എന്താ, ഞാൻ കുറച്ചു നേരം കൂടെ ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ, ഇതെന്തിനാ എല്ലാവരും എന്റെ ചുറ്റും വന്ന് കൂടി നിൽക്കുന്നേ. അപ്പൊ ശ്രുതി ദേഷ്യപ്പെട്ട് പറഞ്ഞു, എന്റെ പൊന്നു ശ്രുതി ഒന്ന് എണീക്കുന്നുണ്ടോ, കട പോയി തുറക്കണ്ടേ, അത് ഇന്നൊരു ദിവസം നമുക്ക് കട തുറക്കണ്ടേ ശ്രുതി നീ പോയി തുറക്ക് ശ്രുതി എന്നും പറഞ്ഞ് ഇങ്ങനെ മയങ്ങി കിടക്കാണ്. അപ്പോഴത്തേക്കാണെങ്കിൽ ശ്രുതിക്ക് ദേഷ്യം വന്നു, മര്യാദയ്ക്ക് എണീക്കുന്നുണ്ടോ നിങ്ങളെന്നൊക്കെ പറഞ്ഞ് പിടിച്ച് പഠിച്ച് എങ്ങനെയൊക്കെ ഇങ്ങനെ എടീപ്പിച്ചു. ഒരു എന്താ പറയാ, സഹി കെട്ട് നമ്മുടെ ശ്രുതി എണീക്കുകയും ചെയ്തു. ഈ സമയത്ത് എല്ലാവരും അവരവരുടെ കാര്യമൊക്കെ നോക്കിപ്പോയി. സച്ചിയാണെ കാറ് കഴുകാൻ പോവുകയാണ്. അപ്പൊ കാറ് കഴുകിക്കൊണ്ട് നിന്നപ്പോഴത്തേക്കും പെട്ടെന്ന് വീട്ടിന്റെ മുറ്റത്ത് ഒരു വണ്ടി വന്ന് നിൽക്കുകയാണ്. നോക്കിയപ്പോഴത്തേക്കും എന്തോ പാഴ്സലാണ് കേട്ടോ. അപ്പം ആ വണ്ടിക്കാരൻ പറഞ്ഞു, അത് ഇങ്ങോട്ടേക്കുള്ളതാ, ഇതല്ലേ ചന്ദ്രോദയത്തെ രവീന്ദ്രന്റെ വീടെന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. അതെ, ഇത് മധുസൂദൻ എന്ന് പറയുന്ന ഒരാളാണ് കൊറിയർ അയച്ചിരിക്കുന്നത്, ഇങ്ങോട്ടുള്ളത് രേസിയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, മധുസൂദനോ, അത് വർഷയുടെ അച്ഛനാണല്ലോ, ഇവിടെ വേണ്ട, ഇതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പം, അത് പിന്നെ സാറേ ഇത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട് ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചത്, അതിപ്പോ ഞങ്ങൾ ഇവിടെ കൊണ്ട് തരേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ലേ, നിങ്ങൾക്ക് ഇവിടെ കൊണ്ട് തരേണ്ട ഉത്തരവാദിത്തം ഉണ്ടല്ലോ, ഇവിടുന്ന് നിങ്ങൾ കൊണ്ടുവന്നു, ഇത് നേരെ ഇനി മധുസൂദന്റെ വീട്ടിലേക്ക് കൊണ്ടെത്തിച്ചാൽ മതി, ഇവിടെ ഇറക്കണ്ടെന്ന് പറഞ്ഞ് സച്ച് ഇത് തിരിച്ചു വിടുകയാണ്. ഏതായാലും മധുസൂദനും നമ്മുടെ മഹിമയും കൂടി ഇത് തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു തിരിച്ചടിയായിപ്പോയി. പക്ഷെ അത് തിരിച്ചടിയാക്കി മാറ്റാതെ നമ്മുടെ മധുസൂദനും മഹിമയും കൂടി ഒരു കാര്യം തീരുമാനിക്കുകയാണ്. ഈ AC തിരിച്ചു വിട്ടത് സച്ചിയാണല്ലോ, അപ്പം സച്ചിയുടെ പേരിൽ കുറച്ച് കുറ്റം വരണം, അതുകൊണ്ട് തന്നെ ഇത് സച്ചിക്ക് വേണ്ട,
അവരുടെ വീട്ടുകാർക്ക് വേണ്ട, അതായത് ചന്ദ്രോദയത്തിൽ വേണ്ട. അപ്പൊ പിന്നെ ഇവർക്ക് AC-യുടെ ആവശ്യമില്ല. അപ്പൊ ഇത് തിരിച്ചു കൊടുത്ത് ആ 1,50,000 രൂപ തിരിച്ചു മേടിക്കുക. അപ്പൊ അവിടെ ആരുടെ കച്ചവടം പോകുന്നത്? സുധിയുടെ കച്ചവടം പോകും, സച്ചി കാരണം പോകും, അവിടെ വലിയൊരു ഭൂകമ്പം ആകും. അങ്ങനെ ആക്കി തീർക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അപ്പം ഇതിന്റെ ബാക്കി വിശേഷവുമായിട്ട് ഞാൻ തൊട്ടടുത്ത ദിവസം നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷവുമായിട്ട് വരാൻ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു സായാഹ്നം ആശംസിക്കുകയാണ്. കൂടെ നമ്മുടെ പുതിയ കഥയായ അലീനയുടെ കഥ നമ്മൾ നമ്മുടെ റിയൽ സ്റ്റോറിയിൽ ഇടുന്നുണ്ട്. ഇത് റിയൽ സ്റ്റോറി ന്യൂവ് റിയൽ സ്റ്റോറിക്കകത്ത് നമ്മൾ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. റിയൽ സ്റ്റോറിയാണ് കേട്ടോ ചാനലിന്റെ പേര്. അതിനകത്ത് നമ്മൾ ഇന്ന് ഫുൾ വിശേഷവും അതുപോലെ തന്നെ പ്രേമവിശേഷം ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. ഒരു ഹൈപ്പും കൂടി അടിക്കണം. ഇപ്പൊ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഹൈപ്പ്. ലൈക്ക് അടിക്കുന്നവർക്ക് ഹൈപ്പും കൂടെ ചെയ്യാം. അപ്പം എല്ലാവരും കൂടെ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്തേക്കണം, ലൈക്ക് അടിക്കുന്നവരെ. ടാറ്റാ, ബൈ ബൈ.